കെ വി ബൈജു കാസർഗോട്ടെ ഏറ്റവും പുതിയ മത്സര ചിത്രവുമായി ചേരും. ബൈജു, കാസർഗോഡ് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ എല്ലാ അടവുകളും പയറ്റുന്ന ഒരു മണ്ഡലമാണ്. പല വിമതശല്യങ്ങൾ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. SDBA സ്ഥാനാർത്ഥി അടക്കം അവിടെ മത്സരിക്കാൻ വന്ന് മഞ്ചേശ്വരത്തൊക്കെ വാർത്തയുണ്ടായ മണ്ഡലമാണ്. സ്ഥാനാർത്ഥി പിൻവലിഞ്ഞതിനെ തുടർന്ന് ഡീൽ ആരോപണം ശക്തമായ സ്ഥലങ്ങൾ പലതുമുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പോരാട്ടം, ഒരുപക്ഷെ ബൈജുവിൻ്റെയൊക്കെ റിപ്പോർട്ടിംഗ് ജീവിതത്തിൽ ഇല്ലാത്ത വിധമുള്ള, സമാനതകളില്ലാത്ത വിധമുള്ള വലിയ പോരാട്ടം എന്താണ് അത് കാസർഗോഡ് സാക്ഷ്യം വഹിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും രഞ്ജിത്തെ. പ്രധാനമായും മഞ്ചേശ്വരവും കാസർഗോഡും BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രണ്ട് മണ്ഡലങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ടത് മഞ്ചേശ്വരം തന്നെയാണ്. കെ സുരേന്ദ്രന്റെ വീണ്ടും വരവോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിലെ അക്കൗണ്ട് BJP തുറക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. അതിൽ മഞ്ചേശ്വരത്തെ കാര്യത്തിലേക്ക് വന്നാൽ SDPI തന്നെയാണ് വലിയ തോതിൽ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നത്. സംസ്ഥാന തലത്തിൽ ഒരു പക്ഷേ ഡീൽ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെയായിരിക്കാം. പ്രത്യാരോപണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, വലിയ തോതിൽ ചർച്ചയായി. ഏതായാലും 10,000-ഓളം വോട്ടുകൾ ഈ SDPIയുടെ വോട്ടുകളുണ്ട്. അത് മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചോളം നിർണായകമാണ്. ഇപ്പോഴും പൂർണ്ണമായും അവരുടെ മനസ്സ് തുറന്നിട്ടില്ല. ആർക്ക് വോട്ട് ചെയ്യും എന്നത് സംബന്ധിച്ച് പ്രധാനമായും അവർ പറയുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തും. അതേ നിലപാടിൽ തന്നെ SDPIയുടെ വലിയൊരു വിഭാഗം ആളുകൾ അവിടെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മണ്ഡലത്തിലെ മത്സരം ശ്രദ്ധേയമാക്കുന്നത്. ഏതായാലും AKM അഷ്റഫ് വലിയ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തിനേക്കാളും, അതായത് 745 കഴിഞ്ഞ തവണ ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ മഞ്ചേശ്വരത്തെ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. ഏതായാലും കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് BJP ഉള്ളത്. അതോടൊപ്പം AKM അഷ്റഫിന്റെ UDF-ഉം വലിയ തോതിലുള്ള മഞ്ചേശ്വരത്ത് കൊട്ടിക്കലാശം ഉണ്ടാകും. കാസർഗോഡ് നഗരത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൊട്ടിക്കലാശം നടക്കുന്നത്. ജില്ലയിൽ 3 മുന്നണികളുടെയും അടുത്തടുത്തായി ഈ കൊട്ടിക്കലാശം നടക്കുന്നു എന്നൊരു പ്രത്യേകത കാസർഗോഡ് നഗരത്തിലുണ്ട്. അവിടെയും ശക്തമായ മത്സരം നടക്കുന്നു. BJP ഇഞ്ചോടിഞ്ച് മത്സരമൊക്കെ പറയേണ്ടി വരും. കാരണം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് UDF-നകത്ത് തുടക്കത്തിലുണ്ടായ ആശയക്കുഴപ്പവും എതിർപ്പുമൊക്കെ ഉണ്ട്. അതിപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം LDF ഇത്തവണ ശക്തമായ സാന്നിധ്യമായി കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനാസ് പാതൂറിലൂടെയാണ്. അങ്ങനെ ത്രികോണ മത്സരം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ ത്രികോണ മത്സരമാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും ത്രികോണ മത്സരം നടക്കുമ്പോൾ ആര് വിജയിക്കും എന്ന് പറയാൻ പ്രവചനാതീതം എന്ന് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഉദുമയാണ്. ഉദുമ LDF-ന്റെ അഭിമാന പോരാട്ടം നടക്കുന്നതാണ്. CH കുഞ്ഞമ്മു ഒരു വട്ടം കൂടി മത്സരം കളത്തിലിറങ്ങുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ലക്ഷ്യ ക്യാമ്പിലൂടെ UDF-ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം നടക്കുന്നത്. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും മത്സരം പ്രധാനമായും UDF-ഉം LDF-ഉം തമ്മിലാണ്. BJPക്ക് അത്ര സ്വാധീനമില്ലാത്ത മണ്ഡലമാണെങ്കിലും BJP ഏത് മുന്നണി വിജയിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടണം എന്നത് സംബന്ധിച്ച് നിർണായക ശക്തിയായി BJP ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാറും. എന്തായാലും മഞ്ചേശ്വരം തന്നെയാണ് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. ഇന്ന് പൊട്ടിക്കലാശം അത് ഗംഭീരമാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. കാസർഗോഡും വലിയ പോരാട്ടമുണ്ട്. വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കാസർഗോഡുണ്ട്. കെ സുരേന്ദ്രന്റെ സാന്നിധ്യം കാസർഗോട്ടെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നു. അതടക്കമാണ് കെ വി ബൈജു വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ ആ മേഖലയിലേക്ക് പോയാലും അങ്ങനെ ആർക്കും ഉറപ്പുള്ള മണ്ഡലങ്ങൾ എന്ന് പറയാവുന്നവയൊക്കെ വളരെ കുറവാണ്. പക്ഷേ CPM-ന്റെ ചില കോട്ടകളുണ്ട്. അവരെല്ലാ കാലത്തും ജയിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോരാട്ടം കാഴ്ചവെക്കാൻ സന്ദീപ് വാര്യരെ പോലെയുള്ള കോൺഗ്രസിലേക്ക് വന്ന നേതാക്കൾക്ക് സാധിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ കാസർഗോഡും ശ്രദ്ധാകേന്ദ്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.